തജ്വീദ് നിയമങ്ങൾ തീരെ പാലിക്കാത്ത ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? തജ്വീദ് എന്ന് പറയുമ്പോൾ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മഖാരിജുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവ കേന്ദ്രം, അത് നന്നായി ഉച്ചരിക്കുവാനുള്ളൊരു പഠനം. രണ്ടാമത്തത് മഅരിഫത്തുൽ വുഖൂഫ്, എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ഓത്ത് ഓരോ ആയത്തും അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണം, അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ അവസാനിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളാണ് തജ്വീദിലുള്ളത്. ഇവിടെ തജ്വീദ് അവിടെ തഹ്സീൻ അഥവാ ഓത്ത് നന്നാക്കുക എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തജ്വീദിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചർച്ചകളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലഹന് ജലീയ് എന്ന് പറയുന്ന അഥവാ വ്യക്തമായ തെറ്റുകൾ എന്ന് അറിയപ്പെട്ടിട്ടുള്ള തെറ്റുകളുണ്ട്. അഥവാ അക്ഷരങ്ങളെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ട് ഓതുന്ന രീതികൾ. ആ രീതിയിൽ ഒരാൾ ഓതുമ്പോൾ സ്വാഭാവികമായും അർത്ഥത്തിൽ മാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളാണ് സംഭവിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അർത്ഥത്തിൽ മാറ്റം വരുന്ന രൂപത്തിൽ അക്ഷരങ്ങൾ മാറി ഓതിക്കഴിഞ്ഞാൽ, ചില ആളുകൾ ഖാലിക്ക് എന്നുള്ളത് ഖ എന്നുള്ളത് നമുക്കറിയാം, അത് വരുന്നത് ഈ തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് വരേണ്ടത്. ഖൈന് ഖ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ. ഇതിന് പകരം ചില ആളുകൾ ഹ എന്ന് പറയും. അപ്പോൾ ഹാലിക്ക് എന്ന് പറയും ചില ആളുകൾ ഹാലിക്ക് എന്ന് പറയും. ഹാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയും താടിയൊക്കെ ഷെയ്വ് ചെയ്യുന്ന ആളെന്നുള്ള നിലക്കാണ് എന്താക്കാറില്ല, ഹാലിക്ക് പറയാറില്ല. ഹല്ലാക്ക് ഹാലിക്കൊക്കെ. ഹാലിക്ക് എന്ന് ചില ആൾക്കാർ പറയും, എല്ലാം നശിപ്പിക്കുന്നവെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ രൂപത്തിൽ പദങ്ങളിൽ തന്നെ മാറുന്ന രൂപത്തിൽ അക്ഷരങ്ങൾ മാറ്റി ഓതുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അതും തജ്വീദിൽ തന്നെയാണ് തെറ്റെന്ന് പറയാം. ആ രൂപത്തിൽ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു ഇമാമാണ് എങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തെ നിസ്കരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം അത് ശരിയാവുകയില്ല, ബാത്തിലായി പോകും എന്നുള്ള അതിൻ്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ഈ ഖഫിയായ ലഹനുകളുണ്ടാകും. അത് വലിയ ഓത്തിൻ്റെ മാഹിറുകൾ അഥവാ നല്ല രൂപത്തിൽ പഠിച്ച ആളുകൾക്കൊക്കെയാണ് അത് ബോധ്യപ്പെടുക. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാക്കിനായ നൂനും തൻവീനും അതിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ ചിലയിടങ്ങളിലുള്ള മദ്ദുകളുടെ നിയമങ്ങൾ, ഇപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു എന്നതുകൊണ്ട് ഒരാളുടെ നിസ്കാരത്തെ അത് ബാധിക്കുന്നില്ല. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥവ്യത്യാസം സംഭവിക്കുന്ന രൂപത്തിൽ അബദ്ധങ്ങൾ ഓതുന്നുണ്ട് എങ്കിൽ, അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുത്തി ഓതുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരം ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അത് ഇനി ഓതുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചു എന്നതല്ല ഇവിടുത്തെ ചർച്ച. മറിച്ച് അതിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ സ്ഥിരമായി അബദ്ധങ്ങൾ ആവർത്തിച്ച് ഓതുന്ന ആളുകളാണെങ്കിൽ അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഇമാമുമാരുണ്ടെങ്കിൽ ആ പള്ളിക്കമ്മിറ്റിക്കാർ ഒന്നുകിൽ അദ്ദേഹത്തോട് നന്നായി ഓതാൻ പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഓതാൻ അറിയുന്ന മറ്റൊരാളെ ഇമാമ് നിർത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ഓരോരുത്തരും ഇമാമിൻ്റെ ഓത്ത് ശരിയല്ല, അതുകൊണ്ട് ഞാനിനി ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന രീതിയെ കൊണ്ടുവരികയല്ല വേണ്ടത്. എല്ലാ ആളുകൾക്കും ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നന്നായി ഓതാൻ കഴിയുന്ന ഇമാമ് നിർത്തുക എന്നത് മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.